അടപ്രഥമൻ ഉണ്ടാക്കാം. ഇത് 1.5 ലിറ്റർ വെള്ളമുണ്ട്. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ അട അതിലേക്ക് ഇടണം. ഇതിനൊരു കുറച്ച് ഉപ്പിടാം. ഓഫാക്കാം. അടച്ച് ഒരു 20 മിനിറ്റ് വെച്ചേക്കാം. ഇതിപ്പോൾ 20 മിനിറ്റായി വെച്ചിട്ട് ഇതൊന്ന് ഇനി ഒന്ന് ഊറ്റിയെടുക്കാം. ഉരുക്കി അരിച്ച് വെച്ചേക്കുന്ന ശർക്കര നന്നായിട്ട് തിളക്കട്ടെ. ഇടാം. ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് പറ്റണം. 3 ടേബിൾ സ്പൂൺ ചവ്വരി കഴുകിയെടുത്തതാണ്. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ ചവ്വരി ഇതിലൊഴിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലൊഴിക്കാം. ഇതൊരു 30 മിനിറ്റ് ചെറിയ തീ കിടന്ന് വേകണം. ഇതിപ്പോൾ അരമണിക്കൂറായി. ഇത് 2 കപ്പ് രണ്ടാം പാല് അത് ഇതിലേക്ക് ഒഴിക്കും. പറ്റട്ടെ, നന്നായിട്ടൊന്ന് പറ്റട്ടെ. ഇനി കാഷ്നട്ടും തേങ്ങാക്കത്തും ഒക്കെ മൂപ്പിച്ചിടും. തേങ്ങാക്കത്തിടാം. അതിലേക്ക് ഈ കാഷ്നട്ട് ഇടാം. ഇത് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എള്ള് കഴുകി ഒരു 1/2 ടീസ്പൂൺ എള്ള്. ഇനി ഇത് ഓഫാക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റായി. ഇനി ഈ ചുക്കും ഏലക്കായും ജീരകം കൂടെ പൊടിച്ച് വെച്ചു. ഇനി ഇത് ഓഫാക്കാം. ഓഫാക്കിയിട്ട് ഈ 1 പാൽ ഒഴിക്കും. മൂപ്പിച്ച് വെച്ചേക്കുന്ന എല്ലാം ഇതിലേക്ക് ഒഴിക്കും. ഇനി ഞാൻ അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞെടുക്കാം. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം.